തിരുവനന്തപുരം കഴക്കൂട്ടത്ത് NH നിന്ന് കഷ്ടിച്ച് 100 മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ 10.4 സെൻറ്റ് സ്ഥലമുള്ളത്. പക്ക കരഭൂമിയാണ്. നേരത്തെ ഇതിലൊരു വീടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തട്ടിക്കളഞ്ഞ് നമുക്ക് ഈ കാണുന്ന പോലെ ചുറ്റും വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ്. സാധാരണഗതിയിൽ പെർ സെൻറ്റിന് 12-15 ലക്ഷം ചോദിക്കുന്നിടത്ത് ഈ പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളത് പെർ സെൻറ്റ് വില 6.5 ലക്ഷം രൂപയാണ്. അടിപൊളി പ്രൈസ് അല്ലേ? ഇത്രയും വിലക്കുറവിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒരു കാറ് കയറുന്ന വഴിയേ ഉള്ളൂ കേട്ടോ. അതായത് വളരെ വലിയ വണ്ടികളൊന്നും കൊണ്ട് കയറാൻ പറ്റത്തില്ല. നമുക്കിതിനകത്ത് ഒരു സ്വിഫ്റ്റ് കാറൊക്കെ കയറി വരുന്ന രീതിയിലുള്ള വഴിയാണ് പ്രോപ്പർട്ടിയിലുള്ളത്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള വഴി തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് 1-2 വളവൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സ്വിഫ്റ്റ് സൈസിലുള്ള സൈസിനുള്ള വണ്ടികളൊക്കെ നമുക്ക് കയറി വരും. ഇവിടെ അടുത്തുള്ള വീടുകളിൽ പോളോ, ബ്രസ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള കൃത്യമായിട്ടുള്ള ആക്സസ് പറഞ്ഞുതരാം. നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കഴക്കൂട്ടത്ത് നമ്മുടെ മേൽപ്പാലം വന്നിങ്ങനെ ഇറങ്ങുന്ന ആ സ്ഥലത്ത് തന്നെ ഇടതുവശത്തായിട്ട് പിട്ടാപ്പള്ളി ഏജൻസി കാണും. പിട്ടാപ്പള്ളിയിലെ ഏജൻസീസിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി, അങ്ങനെ ആ വഴി കയറി വന്നു കഴിഞ്ഞാൽ കരിയിൽ റോഡിലേക്ക് വന്ന് കയറും. ആ റോഡിങ്ങനെ നേരെ വന്ന് കരിയിൽ റോഡ്, അവിടെ നിന്ന് വലത്തോട്ട് തിരിയുക. വലത്തോട്ട് നമ്മൾ കുറച്ച് ദൂരം വരുമ്പം തന്നെ ഇടതുവശത്തായിട്ടൊരു KS ഓയിൽ മിൽ, ആ മില്ലെത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു 4 കെട്ടം മുന്നേ ആയിട്ട് വലത്തോട്ട് കാണുന്ന റോഡ്, ആ റോഡാണ് ഇങ്ങനെ കറങ്ങി നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ മുന്നിലേക്ക് വരുന്നത്. പിട്ടാപ്പള്ളിൻ്റെ അവിടെ നിന്ന് ഏകദേശം 500 മീറ്ററാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി അതല്ല, നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നികുഞ്ചം പാർക്കിന് മുന്നേ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ വഴി നേരെ കയറി വന്ന് ഈ കരിയിൽ റോഡിൽ തന്നെ വരും. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിലും ഈ KS ഓയിൽ മില്ല് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി, അതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ള ആക്സസ്. ഈ കാണുന്ന പോലെയാണ് പ്ലോട്ട്. ഇതിനകത്ത് നമുക്ക് 2 പ്ലോട്ടായിട്ട് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും കേട്ടോ. 2 പ്ലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻവശത്ത് നിന്ന് അവിടെ നിന്ന് ഒരു 3.5 മീറ്റർ വീതി ഇട്ടിട്ട് അകത്തേക്ക് 3 മീറ്റർ വരുന്ന രീതിയിൽ വഴി ഫോം ചെയ്ത് പിൻവശത്തൊരു പ്ലോട്ട്, മുൻവശത്തൊരു പ്ലോട്ട് ആ രീതിയിൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴി ഇടുന്നതിനനുസരിച്ചിട്ട് സ്ഥലത്തിൽ വരുന്ന ലോസ്, അതിൻ്റെ പ്രൈസ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നുണ്ടാവും. അപ്പോൾ 2ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-4.5 സെൻറ്റ് ആ റേഞ്ചിലൊക്കെ വാങ്ങാൻ സാധിക്കും. പക്ഷേ അതിലാണെങ്കിൽ പ്രൈസ് കുറച്ചുകൂടെ കൂടുന്നുണ്ടാവും. മൊത്തത്തിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 6.5 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നേരത്തെ ഇതിനകത്ത് വീടിരിപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കിണറുണ്ട്, അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ ഒരു ബാത്റൂം ഉണ്ട്, അതുപോലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ നമുക്ക് പ്രോപ്പർട്ടിയിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങളിനി വീടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി കണക്ഷൻ അങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ് കേട്ടോ. ആ രീതിയിലുള്ള ഗുണങ്ങളും പ്രോപ്പർട്ടിക്കുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ NH നിന്ന് ഇതിനകത്തേക്ക് കയറാൻ ഇത്രയും ദൂരം ചുറ്റിയൊന്നും വരണ്ട. ഏകദേശം 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ബൈക്ക് വരുന്ന വഴിയുണ്ട്. കുറച്ച് അപ്പുറത്തോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോകുന്ന വഴിയുണ്ട്. അതൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ NH തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്.